സർ, പ്രജാഹിതമാണ് ജനാധിപത്യത്തിലും നാം ഒരു തരത്തിൽ പിന്തുടരുന്നത്. നമ്മളുടെ ഓരോ വോട്ടും പ്രജ എന്ന നമ്മുടെ ഹിതം തന്നെയാണ്. ഈ ഒരു രാജാവിൻ്റെ ഈ ധർമ്മ പ്രശ്നം, പ്രജാഹിതം എന്ന പ്രശ്നം ഈ കാലത്തിലേക്ക് വരെ അനുവർത്തിച്ചു വരുന്ന ഒരു ആശയമാണ്. എങ്ങനെയാണ് സർ ഇതിഹാസത്തിന്റെ പശ്ചാത്തലത്തിലും സമകാലിക ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലും ഇതിനെ തിരിച്ചറിയുന്നത്? ധന്യമായൊരു ചോദ്യം. പലപ്പോഴും അമൃത സ്കൂൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഗ്രേറ്റ് ആകണമെന്നാണോ ആഗ്രഹം, ഗുഡ് ആകണമെന്നാണോ ആഗ്രഹം? അപ്പോൾ കുട്ടികളുടെ ധാരണ ഇതിലേതെങ്കിലും ഒരെണ്ണമേ തിരഞ്ഞെടുക്കാനുള്ള പ്രൊവിഷൻ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ചിലർ പറയും ഗ്രേറ്റ് എന്ന്, ചിലർ പറയും ഗുഡ് എന്ന്. വളരെ വിരളമായിട്ടുള്ള ചിലർ പറയും ഗുഡും ഗ്രേറ്റും ആകണം, എന്താ കുഴപ്പം, ഗുഡും ആകണം ഗ്രേറ്റും ആകണം. ഇനി അടുത്ത പോയിന്റ്, ഉപനിഷത്ത് നമ്മളോട് പറയുന്നു, സത്യം വദ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദ സത്യാൻ ന പ്രമതിതവ്യം ധർമാൻ ന പ്രമതിതവ്യം. പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ജീവിതത്തിൽ സത്യവും ധർമ്മവും വാഴയില് കൊല നിൽക്കുന്ന മാതിരി നിൽക്കുന്ന സാധനമല്ല, മാവില് മാങ്ങ നിൽക്കുന്ന മാതിരിയുള്ള സാധനമല്ല. മറിച്ച് സത്യം നിലനിൽക്കുന്നത് സത്യസന്ധരായ ഭരണാധികാരികളുടെ ജീവിത ശൈലിയിലൂടെയാണ്. ധർമ്മം നിലനിൽക്കുന്നത് ധർമ്മം ആചരിക്കുന്നവരിലൂടെയാണ്. അതുകൊണ്ട് സത്യവും ധർമ്മവും സ്വാധ്യായാൻ മാ പ്രമദ, നല്ലോണം പഠിച്ച് വിശകലനം ചെയ്തിട്ട് വേണം. സത്യാൻ ന പ്രമതിതവ്യം ധർമാൻ ന പ്രമതിതവ്യം, സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും ഒന്നും മാറിപ്പോകാതിരിക്കാൻ വിശകലനം ചെയ്തിട്ട് വേണം. പ്യുവർ ഫിസിക്സ് എടുത്താലും 3 കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ടൈം, സ്പേസ്, പെർസീവർ. സമയവും സ്ഥലവും ഒബ്സർവറും. ടൈം, സ്പേസ് ആൻഡ് പെർസീവർ. ഫിസിക്സിനും ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പെർസീവ് 2 കോംപ്ലിമെന്ററി പ്രോപ്പർട്ടീസ് അറ്റ് എ ടൈം. പതഞ്ജലിയുടെ യോഗശാസ്ത്രയിലെ 4ാം ഭാഗത്തിലെ 3ാമത്തെ വരിയും ഏകസമയേച്ച ഉഭയാൻ അനവധാരണം. ഒരു സമയത്ത് പല കാര്യങ്ങളും ഒരുമിച്ച് വിശകലനം ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ടൈമും സ്പേസും പെർസീവറും. ഏത് സമയത്താണ് സത്യധർമ്മം വിശകലനം ചെയ്യുന്നത്? കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ടാണോ, വീട്ടിൽ വെച്ചിട്ടാണോ, അതല്ല മന്ത്രിസഭയിൽ വെച്ചിട്ടാണോ, അല്ല മന്ത്രസഭയിൽ വെച്ചിട്ടാണോ? ഈശ്വരാനുഗ്രഹം കൊണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു സഭയില്ല, മന്ത്രസഭ. രക്ഷപ്പെട്ടു നമ്മൾ. അപ്പൊ ഏതായാലും മന്ത്രസഭയിലാണോ മന്ത്രിസഭയിലാണോ എവിടെ വെച്ചിട്ടാണ് ഇത് വിശകലനം ചെയ്യുന്നത് എന്നുള്ളത്, സ്ഥലവും അതുപോലെ ആരാ ഇത് വിശകലനം ചെയ്യുന്നത്, അതും ഒബ്സർവറുടെയും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വിശകലനം ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ശരിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. 4 വാക്കുകൾ: വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, രാഷ്ട്രധർമ്മം. വ്യക്തിധർമ്മത്തെക്കാൾ പ്രാധാന്യം കുടുംബധർമ്മത്തിന്, ആ കുടുംബധർമ്മത്തെക്കാൾ പ്രാധാന്യം സമൂഹധർമ്മത്തിന്, സമൂഹധർമ്മത്തെക്കാൾ പ്രാധാന്യം രാഷ്ട്രധർമ്മത്തിന്, പിന്നെ ലോകധർമ്മം നമ്മൾ തൽക്കാലം അതിനെക്കുറിച്ച് നോക്കണ്ട. അപ്പം ഈ 4 എണ്ണത്തിന് പ്രാധാന്യം വരുമ്പോൾ പ്രജാഹിതം എന്നുള്ളത്, അതിനു വേണ്ടിയാണ് രാജാവ് ഇരിക്കുന്നതെങ്കിൽ ആ പ്രജകളുടെ കാര്യത്തിന് സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്താനുള്ള കാര്യമാണ് എങ്കിൽ അധർമ്മത്തെ ധർമ്മമാക്കി ഇംപ്ലിമെൻ്റ് ചെയ്യണം. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നില്ലേ, എത്ര വെജിറ്റബിളും എത്ര സാധനങ്ങളും കൂടി ചേർത്തിട്ടാണ് സാമ്പാർ ഉണ്ടാക്കണേ. ഓരോ ഐറ്റവും വായിലിട്ടിട്ട് കുലുക്കിയ സാമ്പാർ ആവില്ലല്ലോ. അതുപോലെ തന്നെ അധർമ്മത്തെയും എരിവുള്ളതിനെയും പുളിയുള്ളതിനെയും ഉപ്പുള്ളതിനെയും ചേർത്ത ടേസ്റ്റ് ഉള്ളതാക്കി മാറ്റി അധർമ്മത്തെ ധാർമ്മികമായ പന്താവിലേക്ക് കൊണ്ടുവന്ന് പ്രജാഹിതമനുസരിച്ച് അഡോപ്റ്റബിൾ ആൻഡ് അഡാപ്റ്റബിൾ ആക്കി മാറ്റലാണ് വേണ്ടത്. നമ്മുടെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് എതിരായിട്ട് നിങ്ങൾ എനിക്കെതിരെ എറിയുന്ന ഓരോ കല്ലും അത് കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് എനിക്ക് രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി പറയാനുള്ളത് ഞാൻ നിങ്ങളോട് പറയും. നിങ്ങളുടെ കല്ലേറ് എന്നെ തളർത്തില്ല, തകർക്കില്ല, ഉറപ്പ്. പക്ഷേ ഈ രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനും പ്രയോജനപ്പെടുന്ന സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്ന, പെർമനൻ്റ് ആൻഡ് സസ്റ്റൈനബിൾ നന്മ വരുത്തുന്ന പ്രവൃത്തി, അത് പ്രജാഹിതമായിരിക്കും, അത് ധർമ്മവുമായിരിക്കും. രണ്ടിനും രണ്ടായിട്ട് നിൽക്കാൻ സാധിക്കില്ല. അതാണ് സത്യം. നല്ല നല്ല അടിപൊളി പോയിന്റുകളാ തരുന്നത്. എനിക്ക് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് ഒരു കട്ടൻ കാപ്പി കുടിക്കണം എന്ന് തോന്നണത്. കാരണം തല ശരിക്കും വർക്ക് ചെയ്യുന്ന പോയിന്റുകളാണ്
തന്നിരിക്കുന്നത്. വെരി ഗുഡ്, പ്രണാമം.